ഹലോ എല്ലാവർക്കും നമസ്കാരം. 16ാം കേരള നിയമസഭയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. വിജീസ് ലെക്ചറിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കാണുക. അതിൽ നമ്മുടെ ഇലക്ഷനും നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 16ാം കേരള നിയമസഭയിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് കേരള മന്ത്രിസഭയാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്, അല്ലെ? നമുക്ക് കേരള മന്ത്രിസഭ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിൽ അത് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കേരള മന്ത്രിസഭ ഏറ്റവും സൂപ്പർ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നോക്കൂ, നമുക്ക് കേരള മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേരാണുള്ളത്, അല്ലെ? മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം, എന്തുകൊണ്ട് 21 എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത്. നമുക്ക് 21 മന്ത്രിമാർ മാത്രമേ പറ്റുകയുള്ളൂ. കാരണം സഭയിലെ ആകെയുള്ള അംഗങ്ങളിൽ 15% മാത്രമാണ് മന്ത്രിമാരാകുന്നത്. അപ്പൊ സഭയിൽ 140 അംഗങ്ങളുണ്ട്. ഈ 140ന്റെ 15% മാത്രമാണ് മന്ത്രിമാരാകുന്നത്. അപ്പൊ 140ന്റെ 15% എത്രയെന്ന് പറയുന്നത്? 21 എന്ന് പറയുന്നത്. അങ്ങനെയാണ് 21 പേര് മന്ത്രിമാരാകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാം നമ്മുടെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, അല്ലെ? നോക്കൂ, വി.ഡി. സതീശൻ. മണ്ഡലം ഏതാണ്? പറവൂർ മണ്ഡലമാണ്. 2001 മുതൽ അദ്ദേഹം പറവൂർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് വിജയിക്കുകയാണ്. പറവൂർ മണ്ഡലം 2001 മുതൽ എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലമാണ്. വി.ഡി. സതീശൻ കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയാണ്. ശ്രീ വി.ഡി. സതീശൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 13ാമത് വ്യക്തിയാണ്. കാരണം ഇത്രയും നാളായി നമ്മുടെ സഭയില് 13 ആളുകൾ മാത്രമാണ് മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത്. അപ്പൊ എന്തുകൊണ്ട് 24ാമത് മുഖ്യമന്ത്രിയും 13ാം വ്യക്തിയുമാവുന്നത്? ഒരാൾ തന്നെ പലതവണ മുഖ്യമന്ത്രി ആകുമല്ലോ, അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉണ്ടല്ലോ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് തവണയായല്ലോ. അപ്പൊ ആ പറയുന്ന പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ 24ഉം അതോടൊപ്പം തന്നെ ഈ 13ന്റെയും ഒരു കണക്ക് വരുന്നത്. അതുകൊണ്ടാണ്. അപ്പം ശ്രീ വി.ഡി. സതീശൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 13ാമത് വ്യക്തിയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 13ാമത് വ്യക്തിയുമാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ധനകാര്യമാണ്, അല്ലെ? ധനകാര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിയമമുണ്ട്, തുറമുഖം, പൊതുഭരണമുണ്ട്, പിന്നെന്താണ്? ശാസ്ത്ര സാങ്കേതിക മേഖല, അല്ലെ? ശാസ്ത്ര സാങ്കേതിക മേഖല. അദ്ദേഹത്തിന്റെ പേരൊന്ന് എഴുതി നോക്കിയാൽ മതിയടാ. വി.ഡി. സതീശൻ എന്ന് അദ്ദേഹത്തിന്റെ പേര്. സതീശൻ എന്ന് എഴുതി നോക്കിയാൽ തന്നെ വി.ഡി. സതീശൻ, അല്ലെ? അപ്പൊ അതിൽ ഈ വിയിലുണ്ട് വിഴിഞ്ഞം, തുറമുഖം കിട്ടും, തുറമുഖമുണ്ട്. ഈ ഡിയിലുണ്ട് ധനകാര്യമുണ്ട്. പിന്നെ എസില് ശാസ്ത്ര സാങ്കേതിക മേഖലയുണ്ട്. പിന്നെന്താണ്? നിയമം. ഇവിടെ ഒരു N ഉണ്ട്, നിയമം, അല്ലെ? പിന്നെന്താണ്? പൊതുഭരണം നിങ്ങൾ ഓർത്തിരിക്കുക എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് അദ്ദേഹത്തിന്റെ പേരെഴുതി നോക്കിയാൽ തന്നെ ഒട്ടുമിക്ക അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് ധനകാര്യമാണ്, ധനകാര്യ വകുപ്പ്. പൊതുഭരണമുണ്ട്, നിയമമുണ്ട്, തുറമുഖമുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഇത്രയും വകുപ്പുകളാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? ശ്രീ വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, അദ്ദേഹം കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 13ാമത് വ്യക്തിയുമാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. പറവൂർ മണ്ഡലമാണ്. അപ്പൊ ഏതൊക്കെ വകുപ്പുകളാണ്? ഒന്നുകൂടെ പറഞ്ഞു. ധനകാര്യമുണ്ട്, നിയമമുണ്ട്, തുറമുഖമുണ്ട്, പൊതുഭരണമുണ്ട്, അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയുമുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല. ഇനി അടുത്തതാണ് രമേശ് ചെന്നിത്തല. നോക്കൂ, രമേശ് ചെന്നിത്തല ഹരിപ്പാട് മണ്ഡലമാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മണ്ഡലമാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്തൊക്കെയാണ്? ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തരം. അതോടൊപ്പം തന്നെ വിജിലൻസ്, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, ജയിൽ. വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയിൽ. അതായത്
നമ്മുടെ തലയിൽ തൊപ്പി വെക്കുന്ന അത്യാവശ്യം വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണെന്ന് ഓർത്താൽ മതി കേട്ടോ. അതായത് ആഭ്യന്തരം, വിജിലൻസ്, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, അതോടൊപ്പം തന്നെ ജയില്. അപ്പൊ തൊപ്പിയുള്ള വകുപ്പുകളെല്ലാം എന്താണ്? നമ്മുടെ രമേശ് ചെന്നിത്തലയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പുതിയതായിട്ട് ഇറക്കിയ മിഷനാണ് ഓപ്പറേഷൻ തൂഫാൻ, അല്ലെ? ലഹരിയെ തുടച്ചു മാറ്റാനായിട്ടുള്ള അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് എത്തിയ ആദ്യ പ്രഖ്യാപനമായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ലഹരിയെ തുടച്ചു മാറ്റാനായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ. അതുകൂടി നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആഭ്യന്തര വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതാണ്. വിജിലൻസ് ഉണ്ട്, ജയിലുണ്ട്, പിന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ. ഇത്രയും വകുപ്പുകളാണ് രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത്. ഹരിപ്പാട് മണ്ഡലമാണ്. ഇനി അടുത്ത നോക്കൂ, കെ മുരളീധരൻ എന്താണ്? ഏത് മണ്ഡലമാണ്? വട്ടിയൂർക്കാവ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിജയിക്കുന്നതാണ്. നമ്മുടെ മന്ത്രിസഭയിലേക്ക് വരുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. വട്ടിയൂർക്കാവ് മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. ഏതാണ്? വട്ടിയൂർക്കാവാണ്. മണ്ഡലം ഏതാണ്? വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. അദ്ദേഹം ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? മെയിനായിട്ട് ആരോഗ്യ വകുപ്പ്, പിന്നെ ആയുഷ്, ദേവസ്വം, അല്ലെ? ഈ ആയുഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇതെല്ലാം ചേരുന്നതാണ് ആയുഷ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഓർത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് അറിയാമല്ലോ അത്. അപ്പൊ ആരോഗ്യം, ആയുഷ്, പിന്നെന്താണ്? ദേവസ്വം. ഇതാണ് കെ മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകള്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കൂ, സണ്ണി ജോസഫ് നമ്മുടെ മണ്ഡലം പേരാവൂർ മണ്ഡലമാണ് കേട്ടോ. പേരാവൂർ മണ്ഡലം. ഇപ്പൊ സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലം പ്രതിനിധീകരിച്ചാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം പേരാവൂർ ആണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നോക്കൂ, വൈദ്യുതി വകുപ്പ്, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. ഈ 3 മേഖലയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പിന്നെ പരിസ്ഥിതി വരുന്നുണ്ട്, പാർലമെന്ററി കാര്യമുണ്ട്. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. ഈ ഇത്രയും 3 മേഖലകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സണ്ണി ജോസഫ് ആണ്. ഇദ്ദേഹമാണ് പേരാവൂർ മണ്ഡലം. റെഡിയാണല്ലോ. ഇനി അടുത്ത് നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു, PK കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? 16ാം കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എന്ന് നമ്മൾ പറയും. പക്ഷേ അദ്ദേഹം നമ്മുടെ കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച അദ്ദേഹത്തിനാണ്. 85,000. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 85,327 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പം മണ്ഡലം ഏതാണ്? മലപ്പുറമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം, അല്ലെ? PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? മലപ്പുറം. അദ്ദേഹം ഏതൊക്കെ കാര്യങ്ങളാണ്? വ്യവസായം, വാണിജ്യം, വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഖനനം ആൻഡ് ജിയോളജി, കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽസ്. ഇത്രയും മേഖലകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ വ്യവസായമുണ്ട്, വാണിജ്യമുണ്ട്, പിന്നെന്താണ്? വ്യവസായം, വാണിജ്യം, പിന്നെന്താണ്? ടെക്സ്റ്റൈൽസ് മേഖലയുണ്ട്, ജിയോളജി, ഖനനം ആൻഡ് ജിയോളജി, ടെക്സ്റ്റൈൽസ്, ഇതൊക്കെയാണ്, അല്ലെ? വിവരസാങ്കേതിക വിദ്യയും പിന്നെ നിർമ്മിത ബുദ്ധി, AI ഒക്കെ വരുന്നത്. IT, അതോടൊപ്പം തന്നെ AI, വിവരസാങ്കേതിക വിദ്യ, അതോടൊപ്പം തന്നെ നിർമ്മിത ബുദ്ധി, AI, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടിയാണ്, അല്ലെ? ഖനനം ആൻഡ് ജിയോളജി കൂടി അദ്ദേഹമാണ്. അതുകൂടി ഓർക്കണേ. അദ്ദേഹത്തിന്റെ മണ്ഡലം മലപ്പുറം മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, അതായത് കേരള നിയമസഭ കണ്ട ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. ഇനി നോക്കൂ, AP അനിൽകുമാർ വരുന്നു. AP അനിൽകുമാർ വണ്ടൂർ, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് AP അനിൽകുമാർ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഏത് വകുപ്പാണ്? AP അനിൽകുമാർ റവന്യൂ വകുപ്പാണ്. അദ്ദേഹത്തിന്റെ ആ പേര് തന്നെ നോക്കൂ, AP അനിൽകുമാർ. ആ ആറിൽ തന്നെ എന്തുണ്ട്? റവന്യൂ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ AP അനിൽകുമാർ വണ്ടൂർ, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ആ കുമാർ ആറിലുണ്ട് റവന്യൂ വകുപ്പ്. ഇനി നോക്കൂ, N ഷംസുദ്ദീൻ ഏത് വകുപ്പാണ്? നമ്മുടെ മണ്ഡലം മണ്ണാർക്കാട്, പാലക്കാട്, അല്ലെ? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നുകൊണ്ട് N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, അല്ലെ? പൊതുവിദ്യാഭ്യാസം,
ഹജ്ജ്, വഖഫ്, അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം, ഇത്രയും വകുപ്പുകളാണ് നമ്മുടെ എൻ ഷംസുദ്ദീൻ മന്ത്രി എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഹജ്ജ്, വഖഫ്, ന്യൂനപക്ഷ ക്ഷേമം ഇത്രയും കൈകാര്യം ചെയ്യുന്നത് ആരാണ്, എൻ ഷംസുദ്ദീൻ ആണ്. മണ്ഡലം ഏതാണ്, മണ്ണാർക്കാടാണ്, പാലക്കാട് ജില്ല. അടുത്തത് റോജി എം ജോൺ ആണ്. റോജി എം ജോൺ ആണ്. ഇദ്ദേഹത്തിന്റെ വകുപ്പ് ഓർത്തിരിക്കാനായിട്ട് ഇദ്ദേഹം ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ റോജി എം ജോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മണ്ഡലം അങ്കമാലി, എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. റോജി എം ജോൺ, അങ്കമാലി, എറണാകുളം. ഇദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമാണ്. പൊതുവിദ്യാഭ്യാസമാണ് എൻ ഷംസുദ്ദീൻ. ഉന്നത വിദ്യാഭ്യാസം എന്താണ്, റോജി എം ജോൺ ആണ്. നമ്മള് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരുപാട് വൈറലായ ഒരു ഫോട്ടോ ഉണ്ട്. അതായത് നമ്മുടെ ഈ മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഗവർണറുടെ സൽക്കാരം സ്വീകരിച്ചിട്ട് ഗവർണറോടൊപ്പം നിന്നൊരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അതിലെല്ലാം ഈ 21 മന്ത്രിമാരും എന്താണ് വേഷങ്ങളുടെ എന്ന് പറയുന്നത് മുണ്ടും ഷർട്ടും എന്നുള്ള പൊതു രാഷ്ട്രീയ വേഷമാണല്ലോ ഗദർ എന്നുള്ളത്. അപ്പൊ ആ മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ചു വന്നപ്പോ ഇദ്ദേഹമാണ് ഒരു പാന്റും ഒരു കുപ്പായം ഒക്കെ ഇട്ട് ഇദ്ദേഹം വരികയാണ്. അപ്പം ആ ഒരു ഫോട്ടോയിൽ നിന്നുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വകുപ്പ് ഒരുപക്ഷെ നമുക്ക് കിട്ടും, ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മണ്ഡലം അങ്കമാലിയാണ്, ജില്ല ഏതാണ്, എറണാകുളം. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസം. റെഡിയാണല്ലോ? യെസ്. ഇനി അടുത്ത് നോക്കൂ, എം ലിജു. എം ലിജു ഏതാണ്? എം ലിജു കായംകുളം മണ്ഡലമാണ്. മണ്ഡലം കായംകുളമാണ്. അപ്പൊ കായംകുളം മണ്ഡലത്തിൽ നിന്നുകൊണ്ട് എം ലിജു ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? സഹകരണം ആൻഡ് എക്സൈസ്. അപ്പൊ സഹകരണം എക്സൈസ് വകുപ്പാണ് ആര്, എം ലിജു കൈകാര്യം ചെയ്യുന്നത്. സഹകരണം എക്സൈസ്, സഹകരണവും എക്സൈസും അതാരാ കൈകാര്യം ചെയ്യുന്നത്? എം ലിജു. കായംകുളം മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ്, കായംകുളം മണ്ഡലം കേട്ടോ. എക്സൈസും അതോടൊപ്പം തന്നെ സഹകരണവും. അടുത്ത നോക്കൂ, ബിന്ദു കൃഷ്ണ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് എന്താണ് വൈറലായി പോകുന്ന ബിന്ദു കൃഷ്ണ. മണ്ഡലം എന്താണ്? കൊല്ലം മണ്ഡലത്തിൽ നിന്നാണ് ബിന്ദു കൃഷ്ണ വരുന്നത്. കൊല്ലം മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ബിന്ദു കൃഷ്ണ വരുന്നു. ബിന്ദു കൃഷ്ണ എന്താണ് മന്ത്രി, ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? വനിതാ ശിശുക്ഷേമം അല്ലെ, ശിശുക്ഷേമം, അതോടൊപ്പം തന്നെ തൊഴില്, പിന്നെന്താണ്, തൊഴില്, ക്ഷീരവികസനം. വനിതാ ശിശുക്ഷേമം, തൊഴില്, ക്ഷീരവികസനം, ഇത്രയും വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊക്കെ നിങ്ങൾ ഓൾറെഡി എന്താണ് പഠിച്ച് സെറ്റാക്കി കാണും. കാരണം അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ അതിനുശേഷം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ വകുപ്പുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഈ വകുപ്പുകൾ ഒന്നും മറക്കരുത് കേട്ടോ. യെസ്. അപ്പൊ വനിതാ ശിശുക്ഷേമം, തൊഴില്, ക്ഷീരവികസനം. അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത് നോക്കൂ, ടി സിദ്ദിഖ് ഏതാണ്? കൽപ്പറ്റയാണ് കേട്ടോ. മണ്ഡലം എന്ന് പറയുന്നത് കൽപ്പറ്റയാണ്, വയനാടുള്ള കൽപ്പറ്റ മണ്ഡലമാണ്. ടി സിദ്ദിഖ് കൃഷിയാണ് കേട്ടോ, കൃഷി വകുപ്പാണ്. അപ്പൊ ടി സിദ്ദിഖ് എന്ന് പറയുന്നത് വയനാടാണ്, വയനാടുള്ള കൽപ്പറ്റയിലാണ് ടി സിദ്ദിഖ് എന്ന് പറയുന്നത്. അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. കൃഷി വകുപ്പ് മന്ത്രി. അടുത്ത നോക്കൂ, പി സി വിഷ്ണുനാഥ് മണ്ഡലം എന്താണ്? കുണ്ടറ അല്ലെ, കുണ്ടറ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് പി സി വിഷ്ണുനാഥ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ഈ പി സിയിൽ തന്നെ പി സി വിഷ്ണുനാഥ് അല്ലേ, അപ്പൊ ഈ സിയിൽ തന്നെ ഉണ്ട് എന്താ? സിനിമ എന്നുണ്ട്. നമുക്ക് ഈ സിയിൽ തന്നെ സിനിമ എന്നുണ്ട്. ഈ സിയിൽ തന്നെ കൾച്ചർ എന്നൊരു വാക്ക്, സാംസ്കാരികം, സിനിമ, പിന്നെന്താണ്, ടൂറിസം കൂടി അദ്ദേഹം ഉണ്ട്. ടൂറിസം, നമ്മൾ ഈ സിനിമയൊക്കെ കണ്ട് ടൂറൊക്കെ പോയി അല്ലെ, ഇതെല്ലാം ഒരേ ഇതിൽ വരുന്ന ആളല്ലോ, അങ്ങനെ അങ്ങ് ആലോചിക്കാം അല്ലെ. സിനിമയൊക്കെ കണ്ട് ടൂറൊക്കെ പോകുമ്പോൾ സിനിമയൊക്കെ നമ്മൾ കാണും അല്ലെ എന്ന് പറയുന്ന പോലെ. അപ്പൊ ഈ സിക്കകത്ത് സിനിമയും വരുന്നുണ്ട്, സാംസ്കാരികം വരുന്നുണ്ട്, പിന്നെ നിങ്ങൾ ടൂറിസം കൂടി അതിന്റെ മേഖലയിലോട് കൂട്ടിച്ചേർത്താൽ മതിയാകും. പി സി വിഷ്ണുനാഥ്
കുണ്ടറയാണ്. കുണ്ടറ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് PC വിഷ്ണുനാഥ് എന്താണ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. അടുത്ത നോക്കൂ, OJ ജനീഷ് തൃശൂർ കൊടുങ്ങല്ലൂർ, തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് OJ ജനീഷ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കായികമുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് യുവജനകാര്യമുണ്ട്, കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, മ്യൂസിയം, പിന്നെന്താണ് പുരാവസ്തു മൃഗശാല കേട്ടോ. കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു മൃഗശാല. OJ ജനീഷ്. അടുത്ത നോക്കൂ, KA തുളസി. ഞാൻ പറഞ്ഞു നമ്മുടെ 21 മന്ത്രിമാരുണ്ട്, അതില് 2 വനിതാ മന്ത്രിമാരാണുള്ളത്. ഒരാളെ നമ്മൾ ഓൾറെഡി പഠിച്ചു, ബിന്ദു കൃഷ്ണ നമ്മൾ പഠിച്ചു. അതിൽ അടുത്ത ആളാണ് KA തുളസി. പിന്നെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, ഷാനിമോൾ ഉസ്മാൻ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് കേട്ടോ. അപ്പൊ KA തുളസി എന്ന് പറയുന്നത് എന്താണ് പാലക്കാട് ജില്ലയിലെ കൊങ്ങാട് മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് വിജയിക്കുന്നത്. കൊങ്ങാട് കേട്ടോ. യെസ്, കൊങ്ങാട് മണ്ഡലം, കൊങ്ങാട് ജില്ല പാലക്കാട്. അപ്പൊ കൊങ്ങാട് നിന്നുകൊണ്ട് വിജയിക്കുന്നു. അദ്ദേഹം എന്താണ് നോക്കൂ, KA തുളസി പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമമാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമം KA തുളസി കൈകാര്യം ചെയ്യുന്നു. അടുത്തതാണ് നോക്കൂ, എല്ലാവരും നോക്കൂ, KM ഷാജി. ഏത് വകുപ്പാണ് KM ഷാജി? തദ്ദേശ സ്വയംഭരണമാണ്. വേങ്ങര മണ്ഡലമാണ്. മണ്ഡലം നോക്കൂ, മണ്ഡലം വേങ്ങരയാണ്. KM ഷാജി തദ്ദേശ സ്വയംഭരണം വേങ്ങര മണ്ഡലം, കേട്ടോ. അടുത്ത നോക്കൂ, PK ബഷീർ മണ്ഡലം ഏറനാടാണ്. മലപ്പുറം ഏറനാട് മണ്ഡലം. PK ബഷീർ എത്തുന്നു. നമ്മുടെ KM ഷാജിയുടെ മണ്ഡലം ഏതായിരുന്നു? വേങ്ങരയാണ്. PK ബഷീറിന്റെ മണ്ഡലം എന്ന് പറയുന്നത് ഏറനാടാണ്, മലപ്പുറം ഏറനാടാണ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പൊതുമരാമത്താണ്. അതായത് PWD. പിയിൽ തന്നെ ഉണ്ടല്ലോ പൊതുമരാമത്ത്. കേട്ടോ. യെസ്, PK ബഷീർ ആ പിയിലുണ്ട് കേട്ടോ. PK ബഷീർ. അടുത്ത നോക്കൂ, VE അബ്ദുൽ ഗഫൂർ കളമശ്ശേരിയാണ് കേട്ടോ. എറണാകുളം കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ കളമശ്ശേരി മണ്ഡലമാണ് VE അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്നത്. VE അബ്ദുൽ ഗഫൂർ ആണ്. VE അബ്ദുൽ ഗഫൂർ കളമശ്ശേരി എറണാകുളം ആണ്. അപ്പൊ അബ്ദുൽ ഗഫൂർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഫിഷറീസ്, സാമൂഹ്യ നീതി വകുപ്പ്. 2 കാര്യങ്ങളാണ്. ഒന്ന് ഫിഷറീസും ഉണ്ട്, പിന്നെ സാമൂഹ്യ നീതി വകുപ്പുമുണ്ട്. റെഡിയാണല്ലോ? റെഡി. അടുത്ത നോക്കടാ, അനൂപ് ജേക്കബ് പിറവം മണ്ഡലമാണ് കേട്ടോ. അനൂപ് ജേക്കബ് പിറവം മണ്ഡലം. എവിടെയാണ്? പിറവം മണ്ഡലമാണ്. പിറവം മണ്ഡലം. അനൂപ് ജേക്കബ് പിറവം മണ്ഡലം കേട്ടോ. യെസ്. ഏതാണ് കൈകാര്യം ചെയ്യുന്ന അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി കേട്ടോ. ഭക്ഷ്യവകുപ്പ്, പിന്നെന്താണ് സിവിൽ സപ്ലൈസ്, അതോടൊപ്പം തന്നെ എന്താണ് ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി കേട്ടോ. അപ്പൊ ഭക്ഷ്യവകുപ്പുണ്ട്, സിവിൽ സപ്ലൈസ് ഉണ്ട്, ഉപഭോക്തൃകാര്യമുണ്ട്, ലീഗൽ മെട്രോളജിയും എന്താണ് അനൂപ് ജേക്കബ് ആണ്. അടുത്ത നോക്കൂ, ഷിബു ബേബി ജോൺ ചവറ, കൊല്ലം ജില്ലയിലെ ചവറ മണ്ഡലമാണ്. ഷിബു ബേബി ജോൺ ചവറ മണ്ഡലം. ചവറ മണ്ഡലമാണ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്താണ്? വനമുണ്ട്, വന്യജീവി സംരക്ഷണമുണ്ട്, പിന്നെന്താണ് നൈപുണ്യ വികസനം കേട്ടോ. അതാണ് ഷിബു ബേബി ജോൺ. വനം, വന്യജീവി, നൈപുണ്യ വികസനം.
സി പി ജോൺ നമ്മുടെ എന്താണ് പ്രിയദർശിനി അല്ലെ, ഗതാഗത വകുപ്പ് മന്ത്രിയാണ് സി പി ജോൺ എന്ന് പറയുന്നത്. അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ ആണ്. ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, ഗതാഗത വകുപ്പ്. ഇനി അടുത്തതാണ് മോൻസ് ജോസഫ് എന്താണ് കടുത്തുരുത്തി, അതായത് കോട്ടയം കടുത്തുരുത്തിയാണ്, കടുത്തുരുത്തി മോൻസ് ജോസഫ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജലസേചനം, അതോടൊപ്പം തന്നെ എന്താണ് ഭവന നിർമ്മാണം, ജലസേചനം ഭവന നിർമ്മാണം. ഇത്രയും വകുപ്പുകളാണ് മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ മന്ത്രിമാർ. 21 മന്ത്രിമാരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ മണ്ഡലം ഏതാണ്, അവരുടെ വകുപ്പ് ഏതാണ്, കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഒറ്റയടിക്ക് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. മണ്ഡലം ഒന്നും ചിലപ്പം പെട്ടെന്ന്, അല്ലെങ്കിൽ വകുപ്പുകൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവിഷൻ ചെയ്യും കേട്ടോ, നിങ്ങൾ അത് പേടിക്കേണ്ട. നമ്മുടെ തിരഞ്ഞെടുപ്പ് 2026 തിരഞ്ഞെടുപ്പ് 16ാം നിയമസഭ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും, വലിയ പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നിങ്ങൾ വകുപ്പുകൾക്ക് കൂടുതൽ ഏത് വകുപ്പുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്ന് ഇപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് എന്താണ് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്തടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കണ്ട എല്ലാവരോടുമുള്ള ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.